ആലീസിന് വേണ്ടി മമ്മി ആവശ്യപ്പെട്ട ശിവൻ. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അറിയാനുള്ളതൊക്കെ ചോദിച്ചറിഞ്ഞു. ഞങ്ങൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ശിവനെ. എങ്കിലും ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ അപേക്ഷിക്കുക. എന്റെ മോൾക്കൊരു ജീവിതം, അത് കൊടുക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്. മോളെ, കുറച്ച് വെള്ളം. വാതില് പൂട്ടാതെ അകത്തെങ്ങും പോയിരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഇപ്പോഴത്തെ കാല. അച്ഛനെന്താ താമസിച്ചത്? ട്രഷറിയിൽ എന്താ തിരക്ക്. ബാൻ മാറിയ ദിവസമായതുകൊണ്ട് സകലരും വന്നിട്ടുണ്ട്. പെൻഷൻ വാങ്ങാൻ 1 കിലോമീറ്റർ ക്യൂ. നിന്നതേ കാലെ നീര് വന്നു. എന്താ മാഷെ മുഖത്തിനൊരു കനം? വെയിലുകൊണ്ട് നടന്നു വന്നതിന്റെ ആവും. ഗ്ലാസ് ഇങ്ങത്താച്ച. അല്ലാതെ തന്നെ മാഷിന്റെ മുഖത്തിനൊരു കനം ഉണ്ട്. അത് മുഖത്തിന്റെ അല്ല, മനസ്സിന്റെയാ. കുട്ടിക്കിപ്പോ എന്താ വേണ്ടേ? അത് മാഷിനറിയാലോ. എന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ ചെയ്ത തെറ്റ് ഈ വൈകിയ വേളയിലെങ്കിലും അംഗീകരിക്കുന്നതല്ലേ മാഷേ നല്ലത്? എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. എനിക്കുണ്ടല്ലോ. അത് കേൾക്കാൻ മാഷ് ബാധ്യസ്ഥനുമാണ്. മാഷൻ എന്നെ അംഗീകരിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ദേവുവിന്റെ കല്യാണം നടക്കണം. അതിന് മാഷിന്റെ ബന്ധം ഒരു തടസ്സമാവരുത്. അതല്ലേ പറയാനുള്ള ഏറ്റവും പ്രധാന ന്യായം.
ഞാൻ ഉറപ്പ് തരാം. സത്യായും നമ്മളല്ലാതെ മറ്റാരും ഇതറിയില്ല. എന്നെ മാഷ മോളേന്ന് വിളിക്കണ്ട, സ്നേഹിക്കണ്ട. പക്ഷേ സത്യം മാഷ അംഗീകരിക്കണം. എന്നിട്ട് ഒരിക്കലെങ്കിലും എൻ്റെ അമ്മയെ വന്നൊന്ന് കാണണം. അല്ലാതെ മാഷനെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. ആ ഇറങ്ങുമോളെ. പതുക്കെ നിക്ക് അകത്തേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ എടുക്കാം. ഫോട്ടോ ഒക്കെ രജിസ്റ്റർ ഓഫീസ് വെച്ച് എടുത്താണോ? അതിനകത്ത് എവിടെ ഇരിക്കണം ഞാനുണ്ടാവണത്? നമ്മളെല്ലാരും കൂടെ ചേർന്ന് ഒരു ഫോട്ടോ എടുക്കണം. എന്നെയും കൂടി അവന്റെ ആഗ്രഹം ഇങ്ങോട്ടില്ല മോനെ. മോനും ഇങ്ങോട്ട് നീങ്ങി. പിന്നെ ബൊക്കയും കൂടി എടുത്ത് ബൊക്കെ ഇങ്ങോട്ട് വിടറാ. എടുക്ക്. പിടി ഇവന്റെ ഒരു കാര്യം പിടിച്ചോ മോനെ. ഇനി എടുത്തോ. സാറാമ്മ എടുത്ത് എന്തിയേ? ഒരു ഫോട്ടോ എടുക്കാം. സാറാമ്മ എടുത്തേക്ക് വന്നേ. അച്ചായനും കൂടി ഉണ്ടാവേണ്ടതായിരുന്നു. ഉണ്ട് മമ്മി. ഡാഡിയുടെ ആത്മാവ് നമ്മോടൊപ്പം ഉണ്ട്. മമ്മി വന്നേ. ഇനി എടുത്തോളൂ. റെഡി? കിച്ചു ഇല്ലേ അകത്ത്? അകത്തുണ്ട്. വരൂ, ഇരിക്ക്. എന്താ കിച്ചു, വളരെ ഒഫീഷ്യലാണല്ലോ സ്വീകരണമൊക്കെ. ഇത് ഞാൻ ഗ്രീഷ്മ. ഇപ്പോ ഇവരുടെ വീട്ടിൽ പേ ചെയ്യാത്ത പേയിങ് ഗസ്റ്റ്. ഇനി ചിലപ്പോ ഇവരുടെ വീട്ടിലെ ഒരു അംഗമായിന്നും വരും. അത്രമാത്രം ഞാൻ അടുത്തുപോയി ആ വീടുമായി. കിച്ചുവിനെ കുറിച്ച് ഇവൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. കിച്ചുവിനെ കാണാൻ ഞങ്ങൾ സ്റ്റേഷനിൽ വന്നിരുന്നു. ജാമ്യം കിട്ടുമെന്ന് അറിയാനായിരുന്നു. പക്ഷേ കിച്ചുവിനെ ഒന്ന് കാണാൻ പോലും ആ CA സമ്മതിച്ചില്ല. അന്ന് കിച്ചുവിന്റെ അച്ഛനെ കണ്ടിരുന്നു. എന്തൊക്കെയോ തെറ്റിദ്ധാരണയുടെ പേരില കുറെ വിഷമം പറഞ്ഞു. സാരമില്ല, അച്ഛന്റെ വിഷമം അച്ഛൻ തുറന്നു പറഞ്ഞതേ ഉള്ളൂ. ആ ഒരവസ്ഥയിൽ അതെ, മകൻ ലോക്കപ്പിലായി എന്നറിയുമ്പോ ഏതൊരു അച്ഛനും അങ്ങനെയൊക്കെ പ്രതികരിച്ചു പോവും. ഏതായാലും ജാമ്യം കിട്ടിയല്ലോ. കോടതിയിൽ ഒരു ദിവസം മുഴുവൻ നിൽക്കേണ്ടി വന്നു. എനിക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷേ അച്ഛൻ്റെ മുഖം ഓരോ പരിചയക്കാരെ കാണുമ്പോഴും കുനിഞ്ഞുകൊണ്ടിരുന്നു. അത് കണ്ടപ്പോഴാ വിഷമം തോന്നിയത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെയൊക്കെ കൊണ്ടെത്തിച്ചതിന് ഞാൻ മാപ്പ് ചോദിക്കുക. കിച്ചു എന്നോട് ക്ഷമിക്കണം. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. കോടതിയിൽ ഒരു ദിവസം മുഴുവൻ നിൽക്കേണ്ടി വന്നു. എനിക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷേ അച്ഛൻ്റെ മുഖം ഓരോ പരിചയക്കാരെ കാണുമ്പോഴും കുനിഞ്ഞുകൊണ്ടിരുന്നു. അത് കണ്ടപ്പോഴാ വിഷമം തോന്നിയത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെയൊക്കെ കൊണ്ടെത്തിച്ചതിന് ഞാൻ മാപ്പ് ചോദിക്കുക. കിച്ചു എന്നോട് ക്ഷമിക്കണം. ഹേയ്, താനെന്താടോ ഇങ്ങനെ? ഇത്ര മനക്കടിയില്ലാത്ത താനാണോ IAS പോകാൻ ശ്രമിക്കുന്നത്? അപ്പോഴേക്കും 1-2 കിലോ മനക്കട്ടി വാങ്ങി ഞാൻ കൊടുത്തു വിട്ടോളാം, പേടിക്കണ്ട. നിങ്ങൾക്ക് രണ്ടുപേർക്കും പേഴ്സണലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ കട്ടുറുമ്പ് പുറത്തേക്ക് ഇരിക്കാം. തൽക്കാലം കട്ടുറുമ്പ് അവിടെ തന്നെ ഇരുന്നാൽ മതി. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പേഴ്സണലായിട്ട് തന്നെ പറഞ്ഞോളാം. ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷ വാങ്ങാനുള്ള യോഗം ഞങ്ങളുടെയൊക്കെ ജാതകത്തിന്. ഇപ്പൊ ഞങ്ങളുടെ കൂടെ കൂടി കിച്ചും. തന്റെ കൂടെ കൂടി ജാതകം അങ്ങനെ ആയിപ്പോയാ ഞാൻ അങ്ങ് സഹിച്ചു. ജാമ്യം കിട്ടിയിട്ട് ഇങ്ങോട്ട് വന്ന് കാണണമെന്ന് ഒറ്റ വാശിയിലായിരുന്നു ഈ കക്ഷി. അതിവിടെ വന്നിരുന്ന് ഈ സെന്റിമെന്റ്സ് അടിക്കാനാവൂന്ന് ഞാൻ കരുതിയില്ല. സെന്റിമെന്റ്സ് അല്ല ഗ്രീഷ്മ ചേച്ചി, എനിക്ക് പേടിയാ. ഇനി ഈ കേസിൽ ആ CA നമ്മളെ ഉപദ്രവിക്കും. ഞങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല, കിച്ചുവിനെ ഇനി ഉപദ്രവിക്കാതിരുന്നാ മതിയായിരുന്നു. ഹേയ്, ഒന്നുമില്ല, താൻ പേടിക്കാതെ. കാണണോന്ന് വാശി പിടിച്ചോണ്ട് മാത്രമാ വന്നത്.
ഇനി ഇവിടെ ഇരുന്ന സെന്റിമെന്റ്സിന്റെ അളവൊക്കെ കൂടിയെന്നിരിക്കും. വാ പോവാം. ഇറങ്ങട്ടെ. ശരി. വേണ്ട. മോനപ്പോ ഒരു സ്മോള് പോലും കഴിക്കില്ല എന്നുള്ള വാശിയില? വാശിയൊന്നുമില്ല കരണേട്ടാ, വേണ്ടാഞ്ഞിട്ടാ. ഇന്നെനിക്ക് ഒരു തുള്ളി അകത്തേക്ക് ഇറങ്ങില്ല. ഹാ, വിട്ടുകള മോനെ. എങ്ങനെയെങ്കിൽ വിട്ടുകളയാൻ എനിക്കത്ര എളുപ്പമാണോ? നിങ്ങൾ തന്നെ പറ, ഇങ്ങനെയായിരുന്നോ എൻ്റെ പെങ്ങളുടെ കല്യാണം നടക്കേണ്ടിയിരുന്നത്? നാട് മുഴുവൻ അറിയിച്ച് ഒരു ഉത്സവം പോലെ നടത്തേണ്ട കല്യാണം ഇത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കുമോ മോനെ? നമ്മൾ ഓരോന്ന് ആഗ്രഹിക്കുന്നു, ദൈവം തമ്പുരാൻ വേറൊന്ന് തീരുമാനിക്കുന്നു. ആ തീരുമാനമേ നടക്കൂ. അത് നല്ലതാണോ ചീത്തയാണോ അത് അംഗീകരിച്ചേ പറ്റൂ. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അച്ചായന്റെ കാര്യം സ്വപ്നത്തിൽ പോലും ആരെങ്കിലും വിചാരിച്ചതാണോ? ഇന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു ബഹളം? ആഘോഷിക്കില്ലായിരുന്നോ? വേറെ ഒന്നും വേണ്ട, ഡാഡി ഇന്ന് ഇവിടെ ഒന്നുണ്ടായാൽ മതിയായിരുന്നു. ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിലും ആലീസിനൊരു ജീവിതം കിട്ടുന്ന കാണാൻ. അതുപോലെ അനുവദിച്ചു തന്നില്ലല്ലോ ദൈവം. മരിച്ചാലും ഡാഡിയുടെ ആത്മാവ് ഇവിടെയൊക്കെ തന്നെ കാണും. ഈ വീടും വീട്ടിലുള്ളവർ ഉപേക്ഷിച്ച് അങ്ങനെ അങ്ങോട്ട് പോവോ? ആലീസ് മോളെയും ശിവനെ അനുഗ്രഹിച്ച് സന്തോഷത്തോടെ ഇവിടെ എവിടെയോ ഉണ്ട്. ഡാഡി ഇല്ലാതെ പോയതിന്റെ സങ്കടമൊന്നും വേണ്ട. ഡാഡിയുടെ സ്ഥാനത്ത് നിന്നാ മോനിന്ന് ആലീസ് മോളെ ശിവൻ ഏൽപ്പിച്ചു കൊടുത്തത്. ഡാഡിക്കും കൂടി വേണ്ടിയാ മോനത് ചെയ്തത്. അങ്ങനെ ഓർത്ത് സമാധാനിക്ക്. മോളിലിരുന്ന് ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും നമ്മുടെ അച്ചായൻ. ബാക്കിയെല്ലാം വിട്. മോന്റെ ഒരേ ഒരു പെങ്ങളാണ് ആലീസ്, ആണല്ലോ. അവൾ ആഗ്രഹിച്ച പോലൊരു ജീവിതം അവൾക്കിന്ന് കിട്ടിയില്ലേ? അതിൽപ്പരം ഒരു സന്തോഷം ഇനി എന്താ കിട്ടാനുള്ളത്? എല്ലാ സങ്കടങ്ങളും അതിലങ്ങ് മറന്നൂടെ? എങ്ങനെയെങ്കിൽ പെട്ടെന്നെല്ലാം എനിക്ക് മറക്കാൻ കഴിയേ. എത്ര സന്തോഷിക്കാൻ ശ്രമിച്ചിട്ടും എനിക്കതിന് കഴിയുന്നില്ല. കഴിയണം. ചുമ്മാ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കി ആർക്കോ വേണ്ടി നടക്കുന്നതല്ല ജീവിതം. നേരെ നേരെ നോക്കി മുൻപോട്ട് നടക്കുന്നതാണ് ജീവിതം. എങ്കിൽ ഇന്നത്തെ ദിവസം എനിക്കൊരു ജീവിതം ഇല്ല കരണേട്ടാ. ഇന്ന് എന്നെ കൊണ്ട് പറ്റൂല നേരെ നോക്കി മുന്നോട്ട് നടക്കാൻ. എനിക്കിന്നൊന്ന് അടിച്ച് ഫിറ്റാവണം. അതുകൊണ്ട് ദേ മോനെ, വാ, ദേ ഇതങ്ങോട്ട് പിടിപ്പിച്ചേ. ചെറായിക്കൊരു കമ്പനി ഇതാ, അത് പിടിക്കേ. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും മോൻ ഇതങ്ങോട്ട് പിടിപ്പിക്കേ. പിടിപ്പിക്കടാ. ഇവന്റെ ഒരു കാര്യം, കുടിക്കട മോനെ, കുടിക്കടാ. പതുക്കെ, അവിടെ ആലീസ് മോളും ശിവനും ഉണ്ട്. ഫസ്റ്റ് നൈറ്റ്, ഫസ്റ്റ് നൈറ്റ്. സത്യത്തിൽ ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നില്ല. ഇപ്പൊ ചിന്തിക്കുമ്പോൾ എല്ലാം ഒരു സ്വപ്നം. ഓർക്കാൻ സുഖമുള്ള കുറേ കാര്യങ്ങൾ അല്ലേ? ഇപ്പൊ ഇതാ ഈ രാത്രി വരെ എത്തി. ഇവിടം വിട്ട് ദൂരദേശത്ത് ചെന്നിട്ട് പോലും മനസ്സിവിടെ തന്നെയായിരുന്നു. അന്ന് ഒരതിബുദ്ധി കാണിക്കാൻ ശ്രമിച്ചതുകൊണ്ടാ അങ്ങനെയൊക്കെ സംഭവിച്ചത്. അതിൻ്റെ പേരിൽ ഞാൻ അനുഭവിച്ച പീഡനങ്ങൾ എന്തായാലും എല്ലാം കലങ്ങിത്തെളിഞ്ഞല്ലോ. ഇനി നമുക്കിടയിൽ പിറക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞല്ലാതെ മറ്റാരും വേണ്ട, അല്ലേ? എനിക്കറിയാം നിനക്കെന്നോട് ദേഷ്യം ഉണ്ടാവുമെന്ന്. എല്ലാം ഇട്ടെറിഞ്ഞ് നിന്നെ മറന്ന് നമ്മുടെ കുഞ്ഞിനെ പോലും മറന്നു പോയില്ലേ ഞാൻ. സോറി, എല്ലാത്തിനും സോറി. ഇനി നമുക്കതൊന്നും ഓർക്കണ്ട, അല്ലേ ആലീസ്? അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമല്ല. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. എനിക്കറിയാം
നിനക്കെന്നോട് ദേഷ്യം ഉണ്ടാവുമെന്ന്. എല്ലാം ഇട്ടെറിഞ്ഞ് നിന്നെ മറന്ന് നമ്മുടെ കുഞ്ഞിനെ പോലും മറന്നു പോയില്ലേ ഞാൻ. സോറി, എല്ലാത്തിനും സോറി. ഇനി നമുക്കതൊന്നും ഓർക്കണ്ട, അല്ലേ ആലീസ്? അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമല്ല. നീ എത്രയൊക്കെ നാടകം കളിച്ചാലും എനിക്കറിയാം ഒരിക്കലും നിനക്കെന്നെ സ്നേഹിക്കാനാവില്ലെന്ന്. അഥവാ നിനക്കതിന് കഴിഞ്ഞാലും എനിക്കൊരിക്കലും കഴിയില്ല. എന്ത് വിചാരിച്ചു നീ? എന്നെ കല്യാണം കഴിച്ച് നിന്റെ അടിമയാക്കി കളയാന്നോ? എങ്കിൽ നിനക്ക് തെറ്റി. നിന്നെ തന്നെ കിട്ടണമെന്ന് ഞാൻ വാശി പിടിച്ചത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. എന്റെ കുഞ്ഞിന് അച്ഛനെന്നും പറഞ്ഞ് ആരെങ്കിലും ചൂണ്ടിക്കാട്ടാൻ എനിക്ക് മനസ്സില്ല. പിന്നെ വില്യവും മമ്മിയും അവർ എന്റെ കാര്യത്തിൽ ആരുടെയും മുന്നിൽ തലകുനിക്കാൻ ഇടവരരുത്. അതുകൊണ്ട് മാത്ര ഞാൻ നിന്നെ തേടി പിടിച്ചത്. പഴയ സ്നേഹത്തിന്റെയോ ലോഹിത്തിന്റെയോ കണക്ക് പറഞ്ഞ് ഭർത്താവ് എന്ന സ്ഥാനം പിടിച്ചു പറ്റാന്ന് നീ കരുതണ്ട. ആ സ്ഥാനം അത് നിനക്കൊരിക്കലും കിട്ടില്ല. ഒരു മുറിയിൽ കഴിയുന്ന രണ്ട് അപരിചിതർ, അത് മതി നാം തമ്മിലുള്ള ബന്ധം. മനസ്സിലായോ? ഇനി ഒരിക്കൽ കൂടി ഇതൊക്കെ ഓർമ്മപ്പെടുത്താൻ അവസരം ഉണ്ടാക്കരുത്. നാട്ടുകാരുടെ മുന്നിൽ കാണിക്കാൻ ഒരു സ്ഥാനം, അത്രേ ഉള്ളൂ എനിക്ക് നീ. ആഹാ, വേണ്ട മോളെ, കുളി കഴിഞ്ഞു വന്നതല്ലേ, ദേഹത്തൊന്നും അഴുക്കാക്കണ്ട. അത് സാരല്ല, എനിക്കിഷ്ടായി അടുക്കളപ്പണി. ഇനിയിപ്പോ ഒരു ജോലിയും കിട്ടാതെ ഏതെങ്കിലും ഒരുത്തന്റെ ഭാര്യയായിട്ട് ഒതുങ്ങിക്കൂടേണ്ടി വന്നാ അടുക്കളയിൽ കയറാതെ പറ്റില്ലല്ലോ. ഇവിടെ ദേവുവിന് ഇത്രയും ദേഷ്യമുള്ള വേറൊരു കാര്യമില്ല. ആദ്യമൊക്കെ വല്ലപ്പോഴും കയറുമായിരുന്നു, ഇപ്പൊ അതുമില്ല. അതെങ്ങനാ? അമ്മ ഇങ്ങനെ 3 നേരവും നല്ല രുചിയുള്ള ഭക്ഷണം വച്ചു വിളമ്പി കൊടുക്കുകയല്ലേ. ദേവുവിനറിയാം അവൾ അടുക്കളയിൽ കയറിയ അന്നത്തെ ദിവസം പട്ടിണി കിടക്കേണ്ടി വരുമെന്ന്. ഓ, എനിക്ക് അത്ര രുചിയിലൊന്നും ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല മോളെ. ആര് പറഞ്ഞു? എനിക്കിഷ്ടാ ശാരദമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം. സത്യം പറഞ്ഞാ അതിന്റെ ഒരു രഹസ്യം കൂടി അറിയാനാ ഞാനിങ്ങനെ ഇടയ്ക്കിടെ അടുക്കളയിൽ കയറുന്നേ. രഹസ്യം അറിയാനാണെങ്കിൽ കല്യാണി മോളുടെ അടുത്തുനിന്ന് അറിയണം. അവളായിരുന്നു ഇവിടുത്തെ പ്രധാന പാചകക്കാരി. അത്രയ്ക്കും വിദഗ്ധയാ? ആയിരുന്നു. ഇപ്പൊ അതൊക്കെ മറന്നു കാണുമെന്നറിയില്ല. അങ്ങനെ ആയിപ്പോയില്ലേ അതിന്റെ ജീവിതം. ഞാൻ കാരണം ശാരദാമ്മ ഇപ്പൊ കഴിഞ്ഞതൊക്കെ ഓർക്കാൻ തുടങ്ങുകയാണോ? അതിനെപ്പോഴാ മോളെ ഞാനിതൊക്കെ മറന്നിട്ടുള്ള സമയം? എപ്പോഴും മനസ്സിൽ തന്നെയുണ്ട്. പാവം, അതിന്റെ ജീവിതം മാത്രം ഇങ്ങനെ ആയി പോയല്ലോ എന്ന് ഓർക്കുമ്പോ. ഇങ്ങനെയൊക്കെയാണ് ശാരദാമ്മ ജീവിതം. ഓരോരുത്തർക്കും ഓരോരോ രീതിയിൽ വരും സങ്കടങ്ങള്. അർഹതപ്പെട്ട സ്നേഹം പോലും നിഷേധിക്കപ്പെടാ കല്യാണിക്ക്, അല്ലേ? പക്ഷേ എനിക്കുറപ്പുണ്ട്, ഇപ്പൊ ഈ നഷ്ടപ്പെടുന്നതെല്ലാം എന്നെങ്കിലും ഒരിക്കൽ കല്യാണിക്ക് തിരിച്ചു കിട്ടും. അങ്ങനെ വിശ്വസിക്ക്, മനസ്സ് കുറച്ചെങ്കിലും സ്വസ്ഥമാവും. ദേ ഇങ്ങോട്ട് നോക്കിയേ. വിഷമിക്കല്ലേ, ഒന്ന് ചിരിച്ചേ. ചിരിക്ക്. ആ, മുകുന്ദേട്ടനോ? വരൂ വരൂ, ഇരിക്കൂ.
താനിപ്പോ ഒന്ന് വിളിക്കാറ് പോലും ഇല്ലല്ലോ എന്നെ. വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ അവിടുന്ന് ഇങ്ങോട്ടും ആകാമല്ലോ വിളിയൊക്കെ. അല്ല, എങ്ങനെയുണ്ട് ഇപ്പൊ ആരോഗ്യസ്ഥിതി? മോശമല്ലാത്ത കാലാവസ്ഥ. താനൊരു വിവരം അറിഞ്ഞോ? അലക്സാണ്ടർ പേട്ടയുടെ മകളുടെ കല്യാണം കഴിഞ്ഞു. അല്ല, ആ കുട്ടി പ്രഗ്നന്റ് ആയിരുന്നില്ലേ? അത് അറിഞ്ഞുകൊണ്ട് തന്നെ ആവും ആരെങ്കിലും. അല്ല, കൈ പൂത്ത മണ്ണുള്ളവർക്ക് എന്തു ആവാലോ. കെട്ടിയത് അവൻ തന്നെയാ, ആ ശിവൻ. അവളുടെ ഗർഭത്തിന് ഉത്തരവാദി. ഓഹോ, അതേതായാലും നന്നായി. പിന്നെ അലക്സാണ്ടർ കൊലപാതകത്തിന്റെ അന്വേഷണം എവിടം വരെ ആയി എന്ന് വല്ലതും അറിയാവോ? ഇല്ല, ഇതുവരെ ഒരു തുമ്പും കിട്ടിയില്ലെന്ന അറിവ്. ഓ, എന്തൊക്കെ കോലാഹലായിരുന്നു. എൻ്റെ മോളെ പിടിച്ചോണ്ട് പോയി, ആ കൃഷ്ണകുമാറിനെ ലോക്കപ്പിലിട്ട് തല്ലി, ഒക്കെ പ്രഹസന. ഇങ്ങനെ ഒരു കേസ് കിട്ടിയപ്പോ അത് വെച്ച് വ്യക്തിവൈരാഗ്യം തീർക്കുക ആ സർക്കിൾ ഇൻസ്പെക്ടർ. ചിലപ്പോ അന്വേഷണം മറ്റാരെങ്കിലും ഏൽപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന അറിവ്. അതൊന്നും ഉണ്ടാവില്ല. അലക്സാണ്ടർക്ക് അത്ര വേണ്ടപ്പെട്ടവനല്ലേ ആ ഇൻസ്പെക്ടർ? ഇയാളെ പരിചയപ്പെട്ടില്ലല്ലോ. ഇത് ഗ്രീഷ്മ, എൻ്റെ ഒരു പഴയ സ്റ്റുഡന്റ് പത്മാവതിയുടെ മോളാ. പത്മാവതി എവിടെ കുട്ടിയുടെ വീട്? ഒറ്റപ്പാലത്ത്.